Welcome to the next session on functional analysis. In this session, we will be discussing about completion of a normed linear space. How can we make incomplete spaces complete? Or is there exist a completion for normed linear space? For that, we need a new concept. So, I am defining isometry. What is meant by isometry? Suppose E and F are two normed linear spaces and you have a map, linear map T from E to F. We say that this T is an isometry if T preserves norm. That means if norm of T of x is same as norm of x for all x element of E. So we are taking x from E. So when we say norm x, നമ്മൾ ഇവിടെ എടുക്കുന്നത് E എന്ന് പറയുന്ന സ്പേസിലുള്ള നോം ഏതാണോ അതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ടി ഓഫ് എക്സ് ഈസ് ഇൻ എഫ്. സോ നോം ഓഫ് ടി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫിലുള്ള നോം ഏതാണോ അതാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. So if norm of t of x is same as norm of x for all x element of E, then we say that T is an isometry. Okay, so this means an element and its image has the same norm. So can you say an example for isometry? നമ്മൾ R2 യൂക്ലിഡിയൻ പ്ലെയിൻ എടുക്കുകയാണ്, അവിടെ ഞാൻ യൂക്ലിഡിയൻ നോമും എടുക്കുകയാണ്. സോ ഐ ഹാവ് എൻ എക്സ് ഹിയർ. സപ്പോസ് ഐ എം റൊട്ടേറ്റിംഗ്, ഞാൻ എടുക്കുന്ന ടി എന്ന് പറയുന്ന മാപ്പിംഗ് റൊട്ടേഷൻ ബൈ ആൻ ആംഗിൾ തീറ്റയാണ്. റൊട്ടേഷൻ ബൈ ആൻ ആംഗിൾ തീറ്റ. സോ ഐ എം റൊട്ടേറ്റിംഗ് എവറിത്തിങ് ടു തീറ്റ ഡിഗ്രി. സോ സപ്പോസ് ഇതാണ് നമ്മുടെ തീറ്റ ഡിഗ്രി എന്ന് വിചാരിക്കുക. അതായത് ഐ എം റൊട്ടേറ്റിംഗ് ദിസ് ടു തീറ്റ ഡിഗ്രി സോ ദാറ്റ് ഐ വിൽ റീച്ച് ഹിയർ. ഈ എക്സിനും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അതിൻ്റെ തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന എലമെൻറ്റും രണ്ടും ഒറിജിനിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലായിരിക്കും. സോ ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം യൂക്ലിഡിയൻ നോം. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഐസോമെട്രി. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കംപ്ലീഷൻ ഓഫ് എ സ്പേസ് എന്നാണ്. വാട്ട് ഈസ് മെന്റ് ബൈ കംപ്ലീഷൻ ഓഫ് എ നോംഡ് ലീനിയർ സ്പേസ്? സോ കംപ്ലീഷൻ എന്താണ് എന്ന് പറയാനായിട്ട്, സപ്പോസ് ഇ എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണെന്ന് വിചാരിക്കാം. Suppose there exists another normed linear space which is complete. Suppose there exists a complete normed linear space ഈ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസിനെ ഞാൻ ഇ ക്യാപ്പ് എന്ന് വിളിക്കുകയാണ്. ആൻഡ് എ മാപ്പ്, എ ലീനിയർ മാപ്പ് say T from E to E cap such that ഈ T എന്ന് പറയുന്നത് ഒരു ഐസോമെട്രിയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറയുകയാണ് ടിയുടെ ഇമേജ് ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ്. സോ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇ എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ്, ഇ ക്യാപ്പ് ഈസ് എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്, ആൻഡ് വി ഹാവ് എ ലീനിയർ മാപ്പ് ടി ഫ്രം ഇ ടു ഇ ക്യാപ്പ് which satisfies two properties. The first thing is that T is an isometry and the second is T of E is dense in E cap. Okay. ഇങ്ങനെ ഒരു ലീനിയർ സ്പേസ് ഇയിൽ നിന്ന്, നോംഡ് ലീനിയർ സ്പേസ് ഇയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസിലേക്ക് നമുക്ക് ഒരു ലീനിയർ ഐസോമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമേജ് ഈ ക്യാപ്പിൽ ഡെൻസുമാണെങ്കിൽ നമ്മൾ പറയും ഇ ക്യാപ്പ് എന്ന് പറയുന്നത് ഇയുടെ കംപ്ലീഷനാണ്. ഇ ക്യാപ്പ് ഇസ് സെഡ് ടു ബി
a completion of E. So this is how we define completion of a normed linear space. So completion means it is a complete normed linear space, and we have a linear isometry from the normed linear space E to E cap such that its image is dense in E cap. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും E cap is a completion of E എന്ന് പറയും. സോ നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു തിയറാണ് കംപ്ലീഷൻ തിയറം. ഈ കംപ്ലീഷൻ തിയറം പറയുന്നത് ഇത്രയാണ്: ഏത് നോംഡ് ലീനിയർ സ്പേസ് E എടുത്താലും ഇറ്റ് ഹാസ് എ കംപ്ലീഷൻ. എവറി നോംഡ് ലീനിയർ സ്പേസ് ക്യാൻ ബി കംപ്ലീറ്റഡ്. എവറി നോംഡ് ലീനിയർ സ്പേസ് E has a completion. സോ നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ E എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ ഐ എം ടേക്കിംഗ് എപ്സിലൺ, capital epsilon, as set of all Cauchy sequences in E. ഇയിലുള്ള എല്ലാ കോഷി സീക്വൻസുകളുടെയും കൂടി കളക്ഷനെയാണ് ഞാനിവിടെ എക്സ് ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാം. ഞാൻ ഇനിയൊരു കോഷി സീക്വൻസിനെ ഡിനോട്ട് ചെയ്യാൻ എക്സ് ബാർ എന്നുള്ള സിമ്പലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വേർ എക്സ് ബാർ എന്ന് വെച്ചാൽ സീക്വൻസ് എക്സ് എൻ and sequence xn is Cauchy. എല്ലാ xnകളും ഇയിലുള്ളവരാണ്. ഇയിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ കോഷി സീക്വൻസുകളുടെയും കൂടി കളക്ഷനെയാണ് നമ്മളിവിടെ എപ്സിലൺ എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ എപ്സിലൺ എന്ന് പറയുന്ന സ്പേസിൽ ഇപ്പം നമുക്കൊരു കാര്യം അറിയാം. എപ്സിലൺ എന്നുള്ള സ്പേസിൽ നമുക്ക് കോഷി സീക്വൻസസ് ആണുള്ളത്. രണ്ട് സീക്വൻസുകൾ കിട്ടിയാൽ നമുക്ക് അവരെ ആഡ് ചെയ്യാനറിയാം. രണ്ട് കോഷി സീക്വൻസുകളുടെ സം എടുത്താൽ ഇറ്റ് വിൽ ബി അഗെയിൻ എ കോഷി സീക്വൻസ്. ഇഫ് യു മൾട്ടിപ്ലൈ എ കോഷി സീക്വൻസ് വിത്ത് എ സ്കെയിലാർ, then still it is a Cauchy sequence. So the addition and scalar multiplications, usual addition and scalar multiplication of sequences with respect to these operations, epsilon is a linear space itself. അപ്പോൾ ഈ എപ്സിലൺ എന്ന് പറയുന്ന ലീനിയർ സ്പേസിൽ നമ്മളൊരു സെമി നോം ഡിഫൈൻ ചെയ്യാൻ പോവാണ്, പി. ഓക്കെ, പി ഫ്രം എപ്സിലൺ ടു ആർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ പി നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് എൻ. ഇതാണ് പി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഐ ഹാവ് ഡിഫൈൻഡ് പി ഫ്രം എപ്സിലൺ ടു ആർ സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് എൻ. ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: വെദർ ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? വാട്ട് ഇസ് എക്സ് എൻ? ഇവിടെ എക്സ് ആരാണ്? പി ഓഫ് എക്സ് ബാർ ആണ് കേട്ടോ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബാർ ഈസ് എ കോഷി സീക്വൻസ്. സോ എക്സ് ബാറിനെ എനിക്ക് സേ എക്സ് ഓഫ് 1 അല്ലെങ്കിൽ x1 x2 എക്സെട്ര xn എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതി പോവാം. നൊട്ടേഷൻ മാറ്റേണ്ട സമയം വരുമ്പോൾ ഞാൻ മാറ്റും. ദിസ് ഇസ് എ കോഷി സീക്വൻസ്. ഓക്കെ, ഈ കോഷി സീക്വൻസിന് നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസ് ഈ സെക്ഷൻ തുടങ്ങിയ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്: ഇഫ് സീക്വൻസ് എക്സൻ ഈസ് എ കോഷി സീക്വൻസ്, limit of norm xn as n tends to infinity exists. Whenever sequence xn is a Cauchy sequence, limit n tends to infinity norm xn exist ചെയ്യും എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് പി ഓഫ് എക്സ് ബാർ ഇസ് വെൽ ഡിഫൈൻഡ്. അപ്പോൾ പി ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണ് പി ഓഫ് എക്സ് ബാറിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പി എന്ന് പറയുന്ന ആൾക്ക്
എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്? നമുക്കറിയാം പി ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലിമിറ്റ് ഓഫ് നോം എക്സ് എൻ where n goes to infinity where x bar is sequence xn. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ പി ഓഫ് എക്സ് ബാർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് ഇഫ് യു ടേക്ക് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 0 0 എക്സെട്ര, ദെൻ ഇറ്റ്സ് ഈസി ടു സീ ദാറ്റ് പി ഓഫ് എക്സ് ബാർ ഇസ് 0. When x bar is 0, p of x bar is 0. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? വാട്ട് ഇസ് p of lambda x bar? It will be, if x bar is equal to sequence xn, we know that lambda x bar എന്ന് പറഞ്ഞാൽ it is sequence lambda xn. So this is limit n tends to infinity norm of lambda xn, which is same as limit n tends to infinity absolute value of lambda into norm of xn. You can take this here, absolute value of lambda is a constant, you can take it outside. So absolute value of lambda into limit n tends to infinity norm of xn, which is same as absolute value of lambda into p of x bar. Okay, now what about p of x bar plus y bar? It is by definition limit n tends to infinity norm of xn plus yn, and here we are using the norm in E. So this is less than or equal to limit n tends to infinity norm xn plus norm yn, because any norm satisfy triangle inequality, and then distribute limit to both separately. So we will get this is equal to limit n goes to infinity norm xn plus limit n goes to infinity norm yn, which is equal to p of x bar plus p of y bar. So we have p of x bar plus y bar is less than or equal to p of x bar plus p of y bar. So ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? p of x bar is non negative, p of x bar is equal to 0 if x bar equal to 0, p of lambda x bar equal to absolute value of lambda times p of x bar, and it satisfies triangle inequality. This means p from epsilon to r is a semi-norm. So you have a semi-norm on epsilon. Then നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, whenever you have a semi-norm on a non-linear space, then it induces a norm on the quotient space epsilon over kernel of p. Here epsilon over kernel of p. So this kernel of p, I will denote kernel of p by n. Let n is equal to kernel of p. Therefore p induces a norm on epsilon over n. Okay, and what is that norm? p of class of x bar, എപ്സിലണിലുള്ള എലമെൻസിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ കോസെറ്റ് പി ഓഫ് ക്ലാസ് ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ബാർ. ആൻഡ് വാട്ട് ഇസ് പി ഓഫ് എക്സ് ബാർ? ദിസ് ഇസ് limit n goes to infinity norm of xn, where xn is the nth term of the sequence x bar. Okay, ഇതിൽ ഈ എപ്സിലൺ ഓവർ n എന്ന് പറയുന്ന ആ കോഷ്യന്റ് സ്പേസിനെ ഞാൻ ഇ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. ഐ വിൽ ഡിനോട്ട് ഇ ക്യാപ്പ്. ഇ ക്യാപ്പ് ഇസ് epsilon over n, the quotient space epsilon over n. അപ്പോൾ ഇ ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണ്. പി ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു നോം അവിടെ ഉണ്ട്.
ഓക്കെ, ഈ ക്യാപ്പിലുള്ള നോം എന്ന് പറയുന്നത് പി ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന നോം, നമുക്കതിനെ പി എന്ന് തന്നെ വിളിക്കാം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇയുടെ കംപ്ലീഷൻ എന്ന് കാണിക്കണം. ഇയുടെ കംപ്ലീഷൻ ആണ് ഈ ക്യാപ്പ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഐസോമെട്രി ഫ്രം ഇ ടു ഇ ക്യാപ്പ്. സോ നമ്മൾ ഇനി ആ ഐസോമെട്രി ആണ് ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഇ, എക്സ് എലമെൻറ്റ് ഓഫ് ഇ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ തിങ്ക് ഓഫ് എ സീക്വൻസ്, കോൺസ്റ്റൻറ്റ് സീക്വൻസ് എക്സ് 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 എക്സെട്ര. ഈ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോഷി സീക്വൻസ് ആണ്. സോ ഇഫ് യു ടേക്ക് എൻ എക്സ് ഫ്രം ഇ, കറസ്പോണ്ടിങ് ടു ദാറ്റ് you have a Cauchy sequence, constant sequence x in epsilon. Okay, ഇതിന് p of x bar എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is limit of norm xn as n goes to infinity ആണ് നമ്മൾ p of x bar എന്ന് വിളിക്കുന്നത്. ഇവിടെ nth ടേം എന്ന് പറയുന്നത് x തന്നെയാണ്. No, xn is equal to x for all n. So this is limit of norm x as n tends to infinity, which is nothing but norm x itself. So p of x bar is norm x itself. Okay, അപ്പോൾ ഞാൻ ഇതിന് ഒരു ലീനിയർ ഓപ്പറേറ്റർ t ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ ഡിഫൈൻ t from e to e cap as t of x is equal to class of x bar. Okay, coset of x bar. What is x bar here? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു x ഇയിൽ നിന്ന് എടുത്താൽ corresponding to that we have a constant sequence x x x x x etc in epsilon. So അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സ് ബാർ എന്ന് പറയുന്നത്. ആ എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസെറ്റാണ് നമ്മൾ ടി ഓഫ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ദിസ് കോസെറ്റ് ഓഫ് എക്സ് ബാർ മീൻസ് ഇറ്റ് ഇസ് എക്സ് ബാർ പ്ലസ് ക്യാപിറ്റൽ എൻ. ഈ ടി ലീനിയർ ആണോ? ലെറ്റ്സ് ചെക്ക്. വാട്ട് ഇസ് ടി ഓഫ് എക്സ് പ്ലസ് വൈ? ടി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ ബാർ മീൻസ് constant sequence x plus y etc. ഓക്കെ, ആ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എക്സ് പ്ലസ് വൈ എന്നുള്ളതിനെ നമുക്ക് എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതാം. സീക്വൻസ് എ എൻ പ്ലസ് ബി എൻ മീൻസ് സീക്വൻസ് എ എൻ പ്ലസ് സീക്വൻസ് ബി എൻ, ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ക്ലാസ് ഓഫ് എക്സ് ബാർ പ്ലസ് ക്ലാസ് ഓഫ് വൈ ബാർ വിച്ച് ഇസ് ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ. ഇതുപോലെ തന്നെ ടി ഓഫ് സി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ക്ലാസ് ഓഫ് സി എക്സ് ബാർ which is same as class of c x bar which is c into class of x bar which is c into t of x. So this t is a linear mapping from e to e cap. Now what about norm of tx? Norm of tx means tx എന്ന് പറയുന്നത് എവിടത്തെ എലമെൻ്റ് ആണ്? ഇറ്റ് ഇസ് ഇൻ ഇ ക്യാപ്പ്. ഇ ക്യാപ്പിലുള്ള നോം എന്ന് പറയുന്നത് p ആണ്. So norm of tx is p of class of x bar. This is nothing but p of x bar, and we have found that this p of x bar is norm x. So this is true for every x element of E. So this t from E to E cap is a linear isometry. We have a linear isometry T from E to E cap. ഇനിയിപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഇ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു ലീനിയർ സ്പേസ്, നോംഡ് ലീനിയർ സ്പേസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇയിൽ നിന്ന് ഇ ക്യാപ്പിലേക്ക് നമുക്കൊരു ഐസോമെട്രിയും ഉണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ്.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇ ക്യാപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നോംഡ് ലീനിയർ സ്പേസ്, ദിസ് ഈസ് എ കംപ്ലീറ്റ് സ്പേസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇ ക്യാപ്പ് ഈസ് എ കംപ്ലീഷൻ ഓഫ് ഇ. ഇ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നോംഡ് ലീനിയർ സ്പേസ് ആയിരുന്നു. അപ്പോൾ അതിന് ഒരു കംപ്ലീഷൻ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇൻ ജനറൽ എല്ലാ നോംഡ് ലീനിയർ സ്പേസിനും ഒരു കംപ്ലീഷൻ ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിന് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പെൻഡിങ് ആണ്. ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പും ഇ ക്യാപ്പ് ഈസ് എ കംപ്ലീറ്റ് സ്പേസും. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ കാര്യം പ്രൂവ് ചെയ്യാം. ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ്. ടി ഓഫ് ഇ ഡെൻസ് ഇൻ ഇ ക്യാപ്പ് എന്ന് കാണിക്കാൻ എന്ത് വേണം? ഒരു എലമെൻറ്റ് ആർബിട്രറി ആയിട്ട് ഇ ക്യാപ്പിലുള്ള ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇതിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ടി ഓഫ് ഇയിലുണ്ട് എന്ന് നമുക്ക് കാണിച്ചാൽ മതി. വി ഹാവ് എ സീക്വൻസ് ഇൻ ടി ഓഫ് ഇ which converges to this arbitrary element x bar of e cap. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. So I am taking an x bar from e cap. So what is x not x bar, class of x bar from e cap. Class of x bar e capൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ x bar എവിടെയുള്ളതാണ്? x bar is in epsilon. അതായത് x bar ആരാണ്? x bar is a Cauchy sequence in E. So x bar is a Cauchy sequence in E എന്ന് പറയുമ്പോൾ നമുക്ക് Cauchy sequenceന്റെ ഡെഫിനിഷൻ അറിയാം. എന്താണ്? For epsilon greater than 0 there exists some natural number n such that norm of xn minus xm is less than epsilon for all m and n greater than or equal to capital N. ഓക്കെ, അടുത്തത് ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എൻ്റെ കയ്യിലുണ്ട്. x1 x2 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് എൻ്റെ കയ്യിലുണ്ട്. ഈ സീക്വൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ സീക്വൻസസ് ഉണ്ടാക്കാൻ പോവാണ്. സോ മൈ x1 ബാർ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഞാൻ ഉണ്ടാക്കുകയാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് കോൺസ്റ്റൻറ്റ് സീക്വൻസ് x1 x1 x7 എക്സെട്ര. അതുപോലെ x2 ബാർ എന്ന് പറയുന്ന വേറൊരു സീക്വൻസ് ഉണ്ടാക്കി, കോൺസ്റ്റൻറ്റ് സീക്വൻസ് x2 x2 എക്സെട്ര. സോ ഇൻ ജനറൽ xn ബാർ xn 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 എക്സെട്ര, കോൺസ്റ്റൻറ്റ് സീക്വൻസ് xn എക്സെട്ര. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന എക്സ് ബാർ എന്ന് പറയുന്ന കോഷി സീക്വൻസിലെ ഓരോ ടേമും ഉപയോഗിച്ച് ഓരോ കോൺസ്റ്റൻറ്റ് സീക്വൻസസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇവരെല്ലാവരും കോഷി സീക്വൻസസ് ആണ്, ബിക്കോസ് ദേ ആർ ഓൾ കോൺസ്റ്റൻറ്റ് സീക്വൻസസ്. ഇവരെല്ലാവരും എവിടുത്തെ എലിമെൻറ്റ്സ് ആണ്? ദേ ആർ ഓൾ ഇൻ എപ്സിലൺ. ഓക്കെ, ഇനി വാട്ട് ഇസ് ടി ഓഫ് എക്സ് എൻ? ടി ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ക്ലാസ് ഓഫ് xn bar. T of xnന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. We have defined T from E to E cap as T of x equal to class of x bar, where class of this x bar is the constant sequence x x x x etc. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ T of xn എന്ന് പറഞ്ഞാൽ class of T of xn bar. സോ ഈ T of xnകളെല്ലാം എവിടെയുണ്ട്? They are all in T of E. പിന്നെ നമ്മൾ നോക്കുകയാണ് എന്താണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഇ ക്യാപ്പിൽ നിന്ന് നമ്മളൊരാളെ എടുത്തു. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്ലാസ് ഓഫ് എക്സ് ബാറും ടി ഓഫ് എക്സ് എന്നും ഇവരെല്ലാവരും ഇ ക്യാപ്പിലുള്ളവരാണ്. ഇത് തമ്മിലുള്ള അകലം എന്താണ്? അപ്പോൾ ഇ ക്യാപ്പിലുള്ള നോം എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് പി ഓഫ് ക്ലാസ് ഓഫ് എക്സ് ബാർ മൈനസ് ടി ഓഫ് എക്സ് എൻ? മീൻസ് പി ഓഫ് class of x bar minus t of x n എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു class of x n bar. This is p of class of x bar minus x n bar. നമ്മുടെ കോസെറ്റുകൾ തമ്മിലുള്ള ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. And this is nothing but p of x minus എക്സ് ബാർ മൈനസ് എക്സ് എൻ ബാർ. ക്ലാസിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ പി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്.
ഇ ക്യാപ്പിൽ പി ഓഫ് ക്ലാസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ബാർ ആണ്. സോ നമ്മളതിവിടെ യൂസ് ചെയ്തു. ഇനി വാട്ട് ഇസ് മെൻ ബൈ പി ഓഫ് എക്സ് ബാർ മൈനസ് എക്സ് എൻ ബാർ? അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എം, സാധാരണ നമ്മൾ എഴുതുമ്പോൾ എൻ ആണ് എഴുതാറുള്ളത്. ഇവിടെ എൻ ഞാൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എം എടുത്തിരിക്കുന്നത്. നോം ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിലെ mth ടേം എക്സ് എൻ ബാർ എന്ന് പറയുന്ന സീക്വൻസ്. എക്സ് എൻ ബാർ എന്ന് പറയുന്ന സീക്വൻസ്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സെട്ര, മൈനസ് എക്സ് എൻ ബാർ എന്ന് വെച്ചാൽ എക്സ് എൻ എക്സ് എൻ എക്സ് എൻ എക്സെട്ര. സോ വി ആർ ടേക്കിംഗ് ദ mth ടേം ഓഫ് ഈച്ച് സീക്വൻസ്. ഫസ്റ്റ് സീക്വൻസിലെ mth ടേം എന്ന് പറയുന്നത് എക്സ് എം ആണ്. രണ്ടാമത്തേതിൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് അത് എക്സ് എൻ തന്നെയാണ്. സോ ഐ ഹാവ് ദിസ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കോഷി സീക്വൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കോഷി സീക്വൻസ് എടുത്തിട്ടാണ്. എക്സ് ബാർ ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എൻ. സോ ഫോർ ഈച്ച് എപ്സിലൺ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ എൻ എന്നുള്ളത്. സോ ഇഫ് ഐ ടേക്ക് സഫിഷ്യൻ്റ്ലി ലാർജ് എൻ, നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലൺ ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഓൾറെഡി എം ടെൻസ് ടു ഇൻഫിനിറ്റി, എം വളരെ വലുതാണ്. അപ്പോൾ എന്നും കൂടി വലുതാണെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ സ്മോൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? അപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് ക്ലാസ് എക്സ് ബാർ മൈനസ് ടി ഓഫ് എക്സ് എൻ. പി എന്ന് പറയുന്നത് ഇവിടെ നോമാണെന്ന് ഓർക്കണം. This is less than epsilon after a particular stage. അതിൻ്റെ അർത്ഥം ടി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ക്ലാസ് ഓഫ് എക്സ് ബാർ. ടി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ക്ലാസ് ഓഫ് എക്സ് ബാർ. അതായത് ടി ഓഫ് ഇയിലുള്ള ഒരു സീക്വൻസ് ക്ലാസ് എക്സ് ബാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? ടി ഓഫ് ഇയുടെ ക്ലോഷറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഇ ക്യാപ്പിലുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്തു, അത് ടി ഓഫ് ഇയുടെ ക്ലോഷറിലുണ്ടെന്ന് കിട്ടി. ടി ഓഫ് ഇ എന്തായാലും ഇ ക്യാപ്പിൻ്റെ സബ്സെറ്റ് ആണ്. സോ ടി ഓഫ് ഇയുടെ ക്ലോഷർ എന്ന് പറയുന്നത് ഇ ക്യാപ്പ് ആണ് എന്ന് കിട്ടി. അതായത് ടി ഓഫ് ഇ ഇസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ദിസ് വി ഹാവ് ഡൺ. ടി ഓഫ് ഇ ഇസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ്. ഇനി നമുക്ക് എന്തും കൂടി പ്രൂവ് ചെയ്യണം? ഇ ക്യാപ്പ് ഈസ് എ കംപ്ലീറ്റ് സ്പേസ് എന്ന് കാണിക്കണം. ഇ ക്യാപ്പ് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. കാരണം ഇവിടെ നൊട്ടേഷൻസ് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. നമുക്ക് ഇ ക്യാപ്പ് കംപ്ലീറ്റ് ആണെന്ന് കാണിക്കണം. ഇ ക്യാപ്പ് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇ ക്യാപ്പിലുള്ള ഒരു ആർബിട്രറി കോഷി സീക്വൻസ് എടുക്കുക. പ്രൂവ് ദാറ്റ് ഇറ്റ് കൺവേർജസ് ഇൻ ഇറ്റ് സെൽഫ്. സോ ലെറ്റ് സീക്വൻസ് class of x n bar be a Cauchy sequence in E cap. ഇതിൽ ഓരോ എക്സ് എൻ ബാറും ഒരു കോഷി സീക്വൻസ് ഇൻ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മുതൽ ഈ പ്രൂഫ് കഴിയുന്നിടം വരെ എക്സ് എൻ ബാറിനെ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് എക്സ് എൻ ഓഫ് 1, എക്സ് എൻ ഓഫ് 2 എക്സെട്ര എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി സീക്വൻസ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ ഈസ് എ കോഷി സീക്വൻസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇ ക്യാപ്പിലുള്ള കോഷി സീക്വൻസ് ആണ്. ഇ ക്യാപ്പിലുള്ള കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? This implies distance between
ഡിസ്റ്റൻസ് ഇവിടെ ഈ ക്യാപ്പിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോം എന്ന് പറയുന്നത് ഇവിടെ പി ആണ്. പി ഓഫ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ minus class of xm bar is, this will converge to 0 as m and n goes to infinity. m ഉം n ഉം വളരെ വലുതാകും തോറും norm of x class of xn bar coset of xn bar minus coset of xm bar എന്ന് പറയുന്നത് will converge to 0. ഇവിടുത്തെ norm എന്ന് പറയുന്നത് p ആണ്. And this implies what is meant by p of class of xn bar minus class of xn bar? It is p of xn bar minus xm bar. So this converges to 0 as m and n goes to infinity. This is what we have. Okay. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സീക്വൻസിലുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്തു, സേ എക്സ് കെ ബാർ, ക്ലാസ് ഓഫ് എക്സ് കെ ബാർ. ഓക്കെ, ഇത് ഈ ക്യാപ്പിലുള്ള ഒരാളാണ്. നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇ ക്യാപ്പിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട് ടി ഓഫ് ഇയിലുള്ള ആൾക്കാരുണ്ടായിരിക്കണം. അതാണ് ഡെൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടി ഓഫ് ഇ ഈസ് ഡെൻസ് ഇൻ ഇ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇ ക്യാപ്പിലുള്ള ഏത് എലമെൻ്റ് വേണമെങ്കിലും എടുത്തോളൂ, അതിനോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട് ടി ഓഫ് ഇയിലുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പോൾ ഈ ആർബിട്രറിലി ക്ലോസ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് ഓഫ് എക്സ് കെ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു എപ്സിലോൺ കെ എടുക്കുകയാണ്. Okay, so for each k element of n, we have a sequence epsilon k. ഈ സീക്വൻസ് എപ്സിലോൺ കെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സിലോൺ കെകളെല്ലാം പോസിറ്റീവാണ് ആൻഡ് എപ്സിലോൺ കെ ടെൻസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഡിക്രീസ് ചെയ്ത സീറോയിലേക്ക് വരുന്ന പോലെയുള്ള ഒരു സീക്വൻസ് ആയിട്ടാണ് ഞാൻ സീക്വൻസ് എപ്സിലോൺ കെ, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തിരിക്കുന്നത്. ഇനി സോ ഫോർ ഈച്ച് കെ എലമെൻറ്റ് ഓഫ് എൻ I have an epsilon k greater than 0 and there exists some yk in E such that നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ് ഓഫ് എക്സ് കെ ബാറും ടി ഓഫ് വൈ കെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മീൻസ് പി ഓഫ് class of xk bar minus t of yk is less than epsilon k. So class of xk bar നോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട് നമ്മൾ പറയുന്ന അത്രയ്ക്കും ക്ലോസ് ആയിട്ട് ടി ഓഫ് വൈ കെ എന്ന് പറയുന്ന ഒരാൾ ടി ഓഫ് ഇയിലുണ്ട്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ടി ഓഫ് ഇ ഇസ് ഡെൻസ് ഇൻ ഇ ക്യാപ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കുറേ വൈക്കകൾ കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കകളുടെ ഒരു സീക്വൻസ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് നോട്ട് ബാർ ഈക്വൽ ടു സീക്വൻസ് വൈ കെ അല്ലെങ്കിൽ സീക്വൻസ് വൈ എൻ, യു ക്യാൻ റൈറ്റ് എനിത്തിങ്, സീക്വൻസ് വൈ എൻ. ഇതിനെ ഞാൻ എക്സ് നോട്ട് ബാർ എന്ന് വിളിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പ്രൂവ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സീക്വൻസ് വൈ എൻ ഒരു കോഷി സീക്വൻസ് ആണെന്നാണ് ഞാൻ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഇസ് മെൻ ബൈ വാട്ട് വിൽ ബി നോം ഓഫ് വൈ എൻ മൈനസ് വൈ എൻ. ഇവരൊക്കെ ഇയിലുള്ളവരാണ്. നോം ഓഫ് വൈ എൻ മൈനസ് വൈ എം എന്നുള്ളത് നമുക്കറിയാം ടി ഐസോമെട്രി ആയതുകൊണ്ട് ദിസ് വിൽ ബി സെയിം ആസ് പി ഓഫ് ടി ഓഫ് വൈ എൻ മൈനസ് ടി ഓഫ് വൈ എം. ഐസോമെട്രി ആയതുകൊണ്ടാണ് പി ആണ് ഈ ക്യാപ്പിലുള്ള നോം. ശരിക്കും നോം ഓഫ് ടി ഓഫ് വൈ എൻ മൈനസ് ടി ഓഫ് വൈ എം എന്നാണ്, പക്ഷെ ഇവിടുത്തെ നോം എന്ന് പറയുന്നത് പി ആണ്. ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ പി എന്ന് പറയുന്നത് ഒരു നോം ആയതുകൊണ്ട് ഇത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാം, ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ടി ഓഫ് വൈ എൻ മൈനസ് എക്സ് എൻ ബാർ പ്ലസ് പി ഓഫ് എക്സ് എൻ ബാർ മൈനസ് എക്സ് എം ബാർ പ്ലസ് പി ഓഫ് എക്സ് എം ബാർ മൈനസ് ടി വൈ എം. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ ഒന്നും കൂടി നോക്കുക. നോം ഓഫ് വൈ എൻ മൈനസ് വൈ എം the same as norm of, that is p of t of yn minus t of ym. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചില ആൾക്കാരെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആരെയൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വൈ എൻ മൈനസ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ. ഹിയർ ഓൾസോ ദർ ഷുഡ് ബി ക്ലാസ് ഹിയർ. ഇതൊക്കെ കോസെറ്റ് ഓഫ് ആണ് കേട്ടോ. class of x n bar plus class of x n bar minus class of x m bar plus class of x m bar minus t y m. ഒരു സംശയമില്ല. Then apply triangle inequality. So this is less than or equal to p of t y n minus class of x n bar class of x n bar minus class of x m bar p of plus p of class of x m bar minus t of y m. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് ടേം ഇസ് ലെസ് ദാൻ എപ്സിലൺ എൻ. നടുവിലുള്ളത് നമുക്ക് പി ഓഫ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് ക്ലാസ് ഓഫ് എക്സ് എം ബാർ എന്ന് തന്നെ ഇരിക്കട്ടെ. the third term it is less than epsilon m. ഓക്കെ, ഇനി നമുക്ക് സീക്വൻസ് ക്ലാസ് എക്സ് എൻ എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. നടുവിലുള്ള ഇത് ക്ലാസ് ഓഫ് എക്സ് എൻ, കോസെറ്റ് ഓഫ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ എന്ന് പറയുന്നത് കോഷി സീക്വൻസിന് ഇ ക്യാപ്പ് എന്നാണ് എടുത്തിരിക്കുന്നത്. സോ വി ഓൾറെഡി ഹാവ് this converges to 0 as m and n greater than tends to infinity. Converges to 0 as m and n goes to infinity. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് എപ്സിലൺ കെ converges to 0 as k tends to infinity. So if I take ഇവിടെ ഞാൻ m and n goes to infinity എന്ന് എടുത്തു കഴിഞ്ഞാൽ this will go to 0, this will go to 0, this term will also goes to 0. അപ്പോൾ നമുക്ക് കിട്ടും നോം ഓഫ് വൈ എൻ മൈനസ് വൈ എം കൺവേർജസ് ടു 0 ആസ് എം ആൻഡ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ദർഫോർ നമ്മൾ നേരത്തെ എടുത്ത സീക്വൻസ് എക്സ് നോട്ട് ബാർ, അതായത് സീക്വൻസ് വൈ എൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ കോഷി സീക്വൻസ് ഇൻ ഇ. അപ്പോൾ ഈ സീക്വൻസ് വൈ എൻ, അതായത് എക്സ് നോട്ട് ബാർ എന്ന് പറയുന്നത് എപ്സിലണിലുണ്ട്. ഇത് എപ്സിലണിലുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്ലാസ് ഓഫ് എക്സ് നോട്ട് ബാർ, കോസെറ്റ് ഓഫ് എക്സ് നോട്ട് ബാർ എന്ന് പറയുന്ന ഒരാൾ ഈ ക്യാപ്പിലുണ്ട്. ഈ ക്യാപ്പ് ഇസ് എപ്സിലൺ ബൈ എൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോഷി സീക്വൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സീക്വൻസ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ. ആ സീക്വൻസ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ക്യാപ്പിലുള്ള എക്സ് നോട്ട് ബാറിലേക്ക് കൺവെർജ് ചെയ്യുമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കി. ഇവിടുത്തെ ഡിസ്റ്റൻസ് ബി. സോ ദിസ് ഇസ് സെയിം ആസ് പി ഓഫ് എക്സ് നോട്ട് ബാർ മൈനസ് എക്സ് എൻ ബാർ. ഓക്കെ, വീണ്ടും ഞാനിവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഓഫ് പി യൂസ് ചെയ്യാണ്. ഇത് സെമിനോം ആയാലും ശരി അല്ലെങ്കിലും ശരി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പി ഒരു സെമിനോമാണ്, ബിക്കോസ് ഇറ്റ് ഇസ് ആക്ടിങ് ഓൺ എപ്സിലണിലാണ് ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് എൻ ബാർ മൈനസ് ടി ഓഫ് വൈ എൻ പ്ലസ് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
t of yn minus class of x naught bar. This is less than or equal to p of class of xn bar minus tyn plus p of tyn minus class of x naught bar. ഇതിലെ ഫസ്റ്റ് ടേം ലെസ് ദാൻ എപ്സിലൺ n ആണെന്ന് നമുക്കറിയാം. നൗ സെക്കൻഡ് ടേമിൻ്റെ കാര്യം നോക്കുക. ടി ഓഫ് വൈ എൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു പി ഓഫ് ടി വൈ എൻ മൈനസ് ക്ലാസ് ഓഫ് എക്സ് നോട്ട് ബാർ എന്നും കൂടി ഉണ്ട്. ഇതിൽ ടി ഓഫ് വൈ എൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് കറസ്പോണ്ടിങ് ടു ക്ലാസ് വൈ എൻ ബാർ, സീക്വൻസ് വൈ എൻ ബാർ. ഇതിൽ വൈ എൻ ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് വൈ എൻ എക്സെട്ര. ഓക്കെ, ഇത് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. ഇങ്ങനെ എല്ലാ വൈ എൻ ബാറുകളും കൂടി എടുത്തു കഴിഞ്ഞാൽ, സീക്വൻസ് ഓഫ് വൈ എൻ ബാറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സീക്വൻസ് വൈ എൻ ബാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ഗോ ടു എക്സ് നോട്ട് ബാർ. അപ്പോൾ അതുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതും ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ കൺവേർജ് ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ കൺവേർജസ് ടു എക്സ് നോട്ട് ബാർ. സീക്വൻസ് ക്ലാസ് ഓഫ് എക്സ് എൻ ബാർ കൺവേർജസ് ടു എക്സ് നോട്ട് ബാർ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. So we have started from a Cauchy sequence in E cap and we proved that it converges in E cap itself. Therefore E cap is a complete space. So നമുക്ക് കിട്ടിയത് ഇതാണ്. If E is a non-linear space, there exists an E cap which is a complete non-linear space and an isometry tree T from E to E cap such that T of E is dense in E cap. ഇതിപ്പോൾ കംപ്ലീഷൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇ ക്യാപ്പ് ഈസ് എ കംപ്ലീഷൻ ഫോർ ഇ. സോ എവറി നോംഡ് ലീനിയർ സ്പേസ് ഹാസ് എ കംപ്ലീഷൻ. ഓക്കെ, ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഈ കംപ്ലീഷൻ യുണീക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. അതായത് ഒരു ലീനിയർ സ്പേസിന് ഒരു യുണീക്ക് ആയിട്ടുള്ള കംപ്ലീഷൻ ആണോ അല്ലയോ ഉള്ളത്, ഇതാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ഒരു നോൺ ലീനിയർ സ്പേസിന് കംപ്ലീഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് വീണ്ടും വാച്ച് ചെയ്യുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.